നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടോ. കുമരകത്തുനിന്ന് രാവിലെ ഒരു 11 മണിക്ക് പുറപ്പെട്ടിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്നെ കറങ്ങി ഉച്ചയ്ക്ക് ഞങ്ങൾ ഫോറം മാളിൽ പോയി. അവിടെ ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി എല്ലാം കണ്ട് അപ്പം എത്തിയുള്ളൂ കേട്ടോ വീട്ടിൽ. സമയം 7 മണിയായി. അപ്പോൾ വയ്യ, എല്ലാവർക്കും ക്ഷീണമായി, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാക്കുക, ഓട്സ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഓട്സിന് എന്തെങ്കിലും കഴിക്കാൻ കറി വേണ്ടേ, ഉപ്പേരി ഒന്നും വേണ്ടേ. രാജേട്ടന് ഇഷ്ടമുള്ള സാധനം പീച്ചയും കൊണ്ട് ഒരെണ്ണടുത്ത് ഉപ്പേരി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ഓട്സിന് കഞ്ഞിക്ക് നല്ലതല്ലേ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ, ഉണ്ടാക്കാം. ഇതിങ്ങനെ ഒന്ന് ഏണൊക്കെ ചെത്തിക്കളഞ്ഞ് പതുക്കെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് നുറുക്കിയിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുന്ന രുചികരമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ അത്. അപ്പം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഏണൊക്കെ ഇങ്ങനെ ചെത്തിക്കളയുക. തൊലിയൊക്കെ പറ്റാവുന്ന തൊലിയൊക്കെ ചെത്തിക്കളയുക കേട്ടോ. അത് മൂപ്പധികമായിട്ടൊന്നുമില്ല. കുറച്ച് തൊലിയൊക്കെ ചെത്തിക്കളയണം. അതിൻ്റെ ഇങ്ങനെയാണ് കത്തിയോണ്ട്. ഇപ്പം ചെത്തി കഴിഞ്ഞു കേട്ടോ, 2 ചെത്തി കഴിഞ്ഞു. ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നീളത്തിൽ കീറിയതിന് ശേഷം വട്ടത്തിൽ 2 കഷ്ണമാക്കുക. അപ്പോൾ 3 കഷ്ണമാക്കി. ഓക്കെ, വീണ്ടും ഇത് അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ സവാള ഇങ്ങനെ നുറുക്കി വെച്ചു. ഇനി ഇത് പീച്ചിങ്ങ, ഇത് അടിഭാഗമാണ്. 2 പൊളിച്ചു. ചെറുതാണ് കേട്ടോ, 2 പൊളിച്ചു. ഇനി ഈ കഷ്ണം ഇത്തിരി വലുപ്പമുണ്ട്, അപ്പോൾ അതിന് 4 പൊളിക്കാം. 4 ചതുരത്തിലാക്കാം. ഓക്കെ, തീരെ മൂക്കാത്ത പീച്ചിങ്ങയാണ് കേട്ടോ. ഇതും ഒന്നും കൂടി പതുക്കനെ 4 എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഒറ്റ നുറുക്കാം. ഇങ്ങനെ അങ്ങോട്ട് നുറുക്കാം. തീരെ മൂക്കാത്തതാണ് കേട്ടോ, കുരുവൊന്നും കാണാനേ ഇല്ല അതിൽ. പീച്ചിങ്ങ അടിപൊളി സാധനം കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഓട്സിനുള്ള ഉപ്പേരി ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ മാളിൽ പോയപ്പോൾ അവിടുത്തെ ലുലുവിൻ്റെ എന്താ പറയുക, സുന്ദരി പറയാ, ലുലു ഡെയിലി ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ പച്ചക്കറികൾ വാങ്ങി. അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത്. കണ്ട ഇത്ര കഷ്ണമുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒഴിച്ചു. ഇത്ര മതി. ഇത് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും ഒക്കെ ഇടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മറ്റേ കഷ്ണം പീച്ചിങ് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഒരു കറിവേപ്പില ഇട്ടു. ഇളക്കാം ഒന്നും കൂടി. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് ഈ കഷ്ണം ഇതിലേക്ക് ഇടാം. ഫുള്ളിട്ടു. നന്നായിട്ട് ഇളക്കാം. എല്ലായിടത്തും വെളിച്ചെണ്ണ ആവട്ടെ.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇട്ടു. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. ഉപ്പ് എല്ലായിടത്തും ആവട്ടെ. ഇനി നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇളക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം വഴന്നുണ്ട് അല്ലേ. നമുക്കിതിൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. വീണ്ടും നമുക്ക് ഇളക്കാം. എല്ലായിടത്തും ഇതാവട്ടെ. മുളക്, മഞ്ഞൾ, ഉപ്പ് ഒക്കെ എല്ലായിടത്തും ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ടിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചു. കുറച്ച് നേരം ഇതിലിരിക്കട്ടെ. ഇത് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. പിന്നെ ഇതിൽ ചൂട് മതി ഇത് വേവാനായിട്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ ചൂടുണ്ട്. എടുക്കട്ടെ കേട്ടോ. ഒന്നുകൂടി ഇളക്കാം. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത പോലെ ആയിട്ടുണ്ട്. കണ്ടോ? ഒന്ന് ഇങ്ങനെ അമർത്തി അടച്ചു വയ്ക്കാം കേട്ടോ. ഞാൻ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കി. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തുണ്ടാവും. പണി കഴിഞ്ഞു കേട്ടോ.